അസ്സലാം. വ്യാഴാഴ്ച വീണ്ടും 1 കോടി തൂക്ക്. നമുക്ക് 28 ദിനങ്ങൾ കഴിയുമ്പോഴും സിനിമ 1 കോടിയോളം നേടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന സിനിമയുടെ പ്രത്യേകതയും. ഇതുവരെ മലയാള സിനിമയിൽ ഇറങ്ങിയതിൽ ഏറ്റവും ഗംഭീരമായി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയാണ് തുടരും എന്ന ചിത്രം. ഇതിന് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുണ്ട്. പക്ഷേ ഇത്രത്തോളം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത വേറെ ഒരു ചിത്രവും ഇല്ല എന്ന് നമുക്കറിയാം. ഇനി കളക്ഷൻ ഡീറ്റെയിലേക്ക് വരാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 730ഓളം ഷോകളിൽ നിന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 36,000ഓളം ടിക്കറ്റുകളാണ്. 55 ലക്ഷം രൂപയാണ് ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷനിൽ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ഫൈനലായിട്ട് വരാൻ പോകുന്നത് ഏറെക്കുറെ 80 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം എന്നുള്ളതാണ്. 16% ഓക്യുപ്പൻസി ഇതുവരെ പറയുന്നത്. ഇന്നലെ സമാനമായ രീതിയിൽ 836 ഷോകളിൽ നിന്ന് 53,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 83 ലക്ഷം രൂപ വന്നു. അതായത് ഇന്നലെയും സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് 1,03 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇന്നും സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇതേ സമയത്ത് ഇതേപോലെ തന്നെ നിന്നിരുന്നാണ് ഈവനിങ് നൈറ്റ് ഷോസ് കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ 1 കോടി എത്തുന്ന കാര്യവും കാണാൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 225 കോടി നേടി മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ ലഭിച്ചത് 114 കോടിയാണെങ്കിൽ ഇന്നത്തോടുകൂടി 115 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്ന സന്തോഷ വാർത്തയും വേൾഡ് വൈഡ് ആയിട്ട് 226 227 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 20 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു ഗംഭീരമായിട്ടുള്ള വിരുന്ന് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ ഇന്നും നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്നു. അമ്മാതിരി തിരക്ക് തന്നെയാണ്. മികച്ച ഒരു രീതിയിലുള്ള തിരക്ക്. ഇതിനോടകം 40,000ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 70,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ വന്നിരിക്കുന്നത് 1 കോടിക്ക് മുകളിൽ, അല്ലെങ്കിൽ 1,05,00,000 ആണ് അവർ പറയുന്ന കണക്കുകൾ. അതായത് നമുക്ക് അത്രത്തോളം ഗംഭീരം 1,15,00,000 കഴിയുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമ്പോൾ 89,500,000 നമുക്ക് ടാർഗറ്റെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടുന്ന് നേരെ കുതിച്ച് 115-ലേക്ക് എത്തുന്നത്. ഇനി ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ എന്തോരം വേർക്കണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ്. അതെ, വീണ്ടും മോഹൻലാൽ ഒരിക്കൽ കൂടി വില്ലൊടിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി അത് ചേർക്കണമെങ്കിൽ മോഹൻലാൽ തന്നെ ആയിരിക്കാം ഇനിയും വരേണ്ടത്. യൂത്തൊക്കെ എത്ര വിചാരിച്ചാലും എങ്ങനെ നടക്കുമെന്ന് നമുക്ക് ഇനി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്ത ചിത്രം വരികയാണ്. അതിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പറയാം. നമ്മളതിനിടയിൽ ഇതിനകത്തിലെ അണിയറ പ്രവർത്തകർക്ക് ഒരു കമൻറ്റിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഫ്രീ ടിക്കറ്റ് അല്ലെങ്കിൽ എമൗണ്ട് കുറച്ചിട്ടുള്ളത്, അതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് താല്പര്യം അതൊക്കെ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എപ്പോഴെങ്കിലും അണിയറയിലുള്ള ആരെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ, അവർ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് സഹായമാകുമെന്ന് നമുക്കറിയാം. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കായി. ലാൽ സലാം.